ഹലോ ഫ്രണ്ട്സ്, യുവർ ഓൺ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ആയിരുന്ന എല്ലാവർക്കും അറിയാം. പുതിയ സിലബസ് പ്രകാരം പുതിയ ടെക്സ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പലർക്കും കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഇൻ കേസ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഏത് ക്ലാസ്സിൻ്റെ ആണോ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിലും സിലബസിനും എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കയറി ആ ലിങ്കിൽ കയറി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പാഠങ്ങളാണ് ഹിസ്റ്ററിയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് 10ാം ക്ലാസ്സിൽ വന്നിട്ടുള്ളത്, ഏതൊക്കെ പാഠങ്ങളാണുള്ളതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് പലർക്കും ഡൗട്ടായിട്ട് ഇരിക്കുകയായിരിക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പാഠം, ഉള്ളടക്കത്തിൽ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് മാനവികതയാണ്. മാനവികത. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് സാമൂഹിക വിശകലനം, സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെയാണ്. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സമ്പത്തും ലോകവുമാണ്. ആൻഡ് അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന പാഠമാണ്. അപ്പം ഇത്രയാണ് പാർട്ട് 1 ഹിസ്റ്ററിയുടെ പാർട്ട് 1 കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് മാനവികത. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മാനവികത, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊണാലിസയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വാസ്തുവിദ്യയുടെ ശില്പം കൊടുത്തിട്ടുണ്ട്, കലാരൂപം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ചിത്രങ്ങളോട് കൂടിയാണ് പാഠഭാഗം തുടങ്ങുന്നത്. ആദ്യം തന്നെ റോജർ ബേക്കന്റെ ഒരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാക്കപ്പെട്ട ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ. ഇതിലൂടെ റോജർ ബേക്കൺ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പണ്ടത്തെ മധ്യകാലഘട്ടത്തിലെ പണ്ടത്തെ ഫ്യൂഡൽ ചിന്താഗതികൾക്കും അല്ലെങ്കിൽ മതചിന്താഗതികൾക്കും എതിരായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു കോട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ലോകത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത്, മാനവികത എന്ന് പറയുന്നത്. ഹ്യൂമാനിസം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ, കുടിയാന്മാർ എന്നീ വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന ഒരു സമയത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ് ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. സാഹിത്യത്തിലും കലയിലും വാസ്തുവിദ്യയിലും എല്ലാത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്വാധീനം കാരണം മധ്യകാലഘട്ടത്തിൽ നിന്ന് വലിയൊരു മാറ്റം ആധുനിക കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് മാറ്റങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് മാനവികത എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിനിടയിൽ ഉയർന്നു വന്ന ഒരു ആശയമാണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ കലയിലും കരകൗശല വിദ്യയിലും സാഹിത്യത്തിലും എല്ലാം ഉണ്ടായ മാറ്റങ്ങൾ, അതിൻ്റെ സ്വാധീനവും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുദാഹരണമാണ് പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ 3 പിക്ചേഴ്സ് എന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. പാഠം തുടങ്ങുന്നത് റോജർ ബേക്കന്റെ ആ കോട്ടോട് കൂടിയാണ്. അതിൽ സ്നേഹത്തെ പറ്റിയും യുക്തിചിന്തനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനായ റോജർ ബേക്കന്റെ വാക്കുകളാണിത്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറഞ്ഞു. പിന്നീട് നിലവിലിരുന്ന റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി. ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറിമറിയാനായിട്ട് തുടങ്ങി. അതായത് മധ്യകാലഘട്ടത്തിലായിരുന്നു റോജർ ബേക്കൺ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം യുക്തിചിന്തയെ സ്വാധീനിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ യുക്തിചിന്തയ്ക്ക് അനുസൃതമായി ഇവരുടെ ഭരണത്തിനെയും മതങ്ങളെയും ചോദ്യം ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നു റോജർ ബേക്കന്റെ ഒപ്പം തന്നെ. ഇവരെല്ലാം ഭരണാധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായ വ്യക്തികളാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം പിന്നീട് മാറുന്നുണ്ട്, സ്ഥിതിഗതികൾ മറിയുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാം റോജർ ബേക്കന്റെ അദ്ദേഹം വരച്ച ഡയഗ്രം അദ്ദേഹത്തിന്റെ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു. ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു എന്ന് ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ മധ്യകാലഘട്ടത്തിൽ നിന്നും
മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, യൂറോപ്പിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ പ്രധാന മാറ്റങ്ങളിൽ പ്രധാന ഒന്നായിരുന്നു ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം. ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പമാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ. ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബി സി 12-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെത്. ഓക്കെ, BC 7-ാം നൂറ്റാണ്ട് മുതൽ CE 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം. അപ്പോൾ ഇത് രണ്ടും വളരെ ശക്തമായ കാലഘട്ടമായിരുന്നു ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, അതായത് മാനവികത. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട് ഇവരിലെ ജനങ്ങളിലെ വളരാൻ തുടങ്ങി. മതപരമായ ചിന്തകൾക്കായിരുന്നു മുൻപ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മുൻപുണ്ടായിരുന്ന മതപരമായ ചിന്തകൾക്ക് അതീതമായിട്ട് മനുഷ്യ കേന്ദ്രീകൃതമായി ഉണ്ടായ സ്കിൽസ്, മനുഷ്യരുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ തുടങ്ങി, ശാസ്ത്രത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് മതങ്ങളല്ല, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് അല്ല, മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അതാണ് ശാസ്ത്രം, അല്ലെങ്കിൽ അതിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ആ ഒരു മാറ്റം, കാഴ്ചപ്പാടിലുണ്ടായ ഒരു മാറ്റത്തിനെയാണ് എന്ത് പറയുന്നത്? മാനവികത എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സവിശേഷത. ഈ മാറ്റത്തിലുണ്ടായ ഒന്നാമത്തെ സവിശേഷത അതാണ്. 2 എന്ന് പറയുന്നത് നഗര ജീവിതത്തിന്റെ വളർച്ച. ഈ പണ്ട് കാലത്തുള്ള ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചതോടൊപ്പം നഗരജീവിതങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. നഗരങ്ങളിൽ പോയി താമസിക്കാനായിട്ട് തുടങ്ങി. ഈ നഗരജീവിതങ്ങളുടെ വളർച്ച കച്ചവടത്തിന്റെ പുരോഗതിയെ സ്വാധീനിച്ചു. നഗരജീവിതത്തിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? കച്ചവടങ്ങളിൽ വർദ്ധിക്കാൻ തുടങ്ങി. കച്ചവടങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ എന്ത് സംഭവിച്ചു? ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. ദേശരാഷ്ട്രങ്ങൾ വളരെ മറ്റ് ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ നിന്നും ദേശരാഷ്ട്രങ്ങളായിട്ട് വളരാനായിട്ട് തുടങ്ങി. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ദേശരാഷ്ട്രങ്ങൾ വളർച്ചയ്ക്ക് കാരണമായി. ഇനി അതിനുശേഷം എന്താണ് ഉണ്ടായത്? വ്യക്തി സ്വാതന്ത്ര്യം. ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ അതിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. പണ്ട് അധികാരികൾ എന്താണോ പറയുന്നത് അത് കേട്ടിരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചതോടുകൂടി ഈ ഒരു കാര്യത്തിലും മാറ്റം സംഭവിക്കാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്? മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അവരിൽ വളർന്നു. മാനവികത വളർന്നതോടുകൂടിയാണ് വ്യക്തി സ്വാതന്ത്ര്യം അവരിൽ ഉടലെടുത്തത്. ദെൻ യുക്തിചിന്ത. മതപരമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സോ അല്ലെങ്കിൽ മതത്തിലോ വിശ്വസിക്കുന്നതിന് പകരം യുക്തിചിന്തയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ജനങ്ങൾ ശ്രമിച്ചു. ഇതിന് കാരണക്കാരായ ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? റോജർ ബേക്കൺ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം യുക്തിചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും മറ്റു മതപരമായ അധിഷ്ഠിത കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ജനങ്ങളിൽ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ഓക്കെ, പിന്നെന്താണ് അടുത്ത പോയിന്റ് പറയുന്നത്? മതേതര മൂല്യങ്ങളുടെ വ്യാപനം. അതായത് പണ്ട് കാലത്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഒരു മതത്തിൽ മാത്രം വളരെ അധികമായിട്ട് ആഴത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഒന്നല്ലെങ്കിൽ ഇസ്ലാം മതം മാത്രമാണെങ്കിൽ ഇസ്ലാം മതം മാത്രം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം മാത്രമാണെങ്കിൽ ക്രിസ്ത്യൻ മതം മാത്രം, അങ്ങനെ ഒരു മതം മാത്രമായിട്ടായിരുന്നു അവിടെ സ്വാധീനിച്ചു പോന്നിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് മാറ്റം സംഭവിച്ചു? മതേതര മൂല്യങ്ങളുടെ എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങൾ വളരാൻ തുടങ്ങി. എല്ലാ മതങ്ങളും ഒരേപോലെ കാണാൻ തുടങ്ങിയതോടുകൂടിയാണ് മതേതര മൂല്യങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുന്നത്. പിന്നെന്താണ്? പണാധിഷ്ഠിത സമ്പദ്ഘടന ഉയരാൻ തുടങ്ങി. പണാധിഷ്ഠിത സമ്പദ്ഘടന പണ്ട് കാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മളൊരു സാധനം കൊടുത്ത്, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്ത് മറ്റൊരാളുടെ കയ്യിലുള്ള നമുക്ക് ആവശ്യമുള്ള സാധനം തിരിച്ചു വാങ്ങിക്കുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ബാർട്ടർ സമ്പ്രദായമെന്ന്. അപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റമായിട്ട് പണാധിഷ്ഠിത പൈസയ്ക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങിയതാണ്. പണാധിഷ്ഠിത സമ്പദ്ഘടന ഉയർന്നു വരാൻ തുടങ്ങി. പിന്നെന്താണ് പോയിന്റ്? പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം. പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. അതായത് പണ്ട് കാലങ്ങളിൽ, ഇപ്പോൾ നമ്മൾ വളരെ പണ്ട് കാലങ്ങളിൽ സംസ്കൃത ഭാഷയ്ക്കായിരുന്നു, പണ്ഡിത ഭാഷയായ സംസ്കൃത ഭാഷയ്ക്കായിരുന്നു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ അത് പിന്നീട് പ്രാകൃത ഭാഷയ്ക്കും ഇമ്പോർട്ടൻസ് ലഭിച്ചു, മാറ്റങ്ങൾ സംഭവിച്ചു. അതുപോലെ ഇക്കാലഘട്ടത്തിൽ, അതായത് പുതിയ മോഡേൺ കാലഘട്ടം ആവാറായപ്പോഴേക്കും പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.
ഓരോരുത്തരും അവരുടേതായ ഭാഷയിൽ എഴുതാൻ തുടങ്ങി, മറ്റുള്ളവരത് വായിക്കാൻ തുടങ്ങി, ജനങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങിയതാണ് പ്രാദേശിക ഭാഷ. ലോക്കൽ ഭാഷയാണ് പ്രാദേശിക ഭാഷ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആണ് കലാശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. കലയ്ക്കും ശാസ്ത്രത്തിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അതിന് ഇമ്പോർട്ടൻസ് വന്നതോടുകൂടി യുക്തിചിന്ത വളരെ ശക്തമായിട്ട് എല്ലാ ജനങ്ങളിലും വന്നിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം, ഈ പാഠഭാഗത്ത് ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് പകുതി കാര്യങ്ങൾ മനസ്സിൽ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ എന്ത് പേരിട്ടാണ് വിളിച്ചത്? നവോത്ഥാനം എന്ന പേര് നൽകി. മധ്യകാലഘട്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒന്നായിരുന്നു ഇറ്റലി എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റലിയിലാണ് ആദ്യമായിട്ട് ഈ നവോത്ഥാന മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത്. ഇറ്റലിയാണ് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ, ഈ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൂടുതലായി കാണാൻ തുടങ്ങിയത് ഇറ്റലിയിലാണ്. അപ്പൊ ഇറ്റലി ആയിരുന്നു ആദ്യമായി നവോത്ഥാന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. റിനൈസൻസ് എന്നാണ് നവോത്ഥാനം എന്ന പേരിനെ നമ്മൾ പറയുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം അതായത് പുനർജനി, അതായത് ഒരു ഉണർവ്, പുതിയ ചിന്ത, മാറ്റം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നവോത്ഥാനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മധ്യകാലഘട്ടത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. ഈ പ്രസ്താവന വിലയിരുത്തിക്കൊണ്ട് എന്താണ് നവോത്ഥാന കാലങ്ങളിൽ ഉണ്ടായ മാറ്റം, എന്താണ് നവോത്ഥാന കാലം, അപ്പോൾ അതൊക്കെ എക്സാമിന് വരുമ്പോൾ എഴുതാൻ പറ്റിയ ഉത്തരം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പുറത്ത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നവോത്ഥാനം. റിനൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം, പുനർജനി എന്നൊക്കെയാണ് അർത്ഥം. 14-ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ, എക്സ്ട്രാ നോളജ് ആണ്, അറിഞ്ഞിരിക്കാനാണ്. അപ്പോൾ അത് പഠിച്ചു ഇരിക്കേണ്ട ആവശ്യമില്ല, വായിച്ചു നോക്കണം പക്ഷെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്, ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് ഇറ്റലിയിലെ വേൾഡ് മാപ്പിൻ്റെ ഭൂപടത്തിലെ ഇറ്റലിനെയാണ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഇറ്റലിയിലെ പ്രധാന സിറ്റീസാണ്, നഗരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ വരാം എക്സാമിനൊക്കെ. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് മറ്റ് നഗരങ്ങളിൽ നിന്നും ഇറ്റലിയിലെ നഗരങ്ങൾ മാത്രം വ്യത്യസ്തമായത്? വേറെ ഒന്നുമല്ല. അപ്പം അതിൻ്റെ ഉത്തരം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റലിയിലെ നഗരങ്ങൾ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു. ഇറ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് മാറ്റം സംഭവിച്ചത്? കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു ഇറ്റലി. അത് ഇതിന് കാരണമായി. യൂറോപ്പിലെ നഗരങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കാനായിട്ട് കാരണമായ ഒന്നാണ് അത്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. നമ്മൾ ആലോചിക്കാൻ, മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇറ്റലിയിൽ ജനങ്ങൾ കുറച്ചും കൂടി ഫോർവേഡ് ചിന്താഗതിയുള്ളവരായിരുന്നു. അവർ എന്താണ് എന്താണ് അവരുടെ വ്യാപാരങ്ങളിൽ ഉണ്ടായിരുന്നത്? ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തി വെക്കുക. അന്നുണ്ടായ വരവും ചെലവും ഒക്കെ എഴുതി വെച്ച് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതായത് മാനേജ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. അതിനെയാണ് ബുക്ക് കീപ്പിംഗ്, സൂക്ഷിച്ചു വെച്ച് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് കീപ്പിംഗ് കൂടി ചെയ്തിരുന്ന ആൾക്കാരും, അത്രയും അറിവും സാങ്കേതിക വിദ്യയും യൂസ് ചെയ്തിരുന്ന ആൾക്കാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇറ്റലിയിൽ. അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ സ്വതന്ത്രവും സമ്പന്നരും ഊർജ്ജസ്വലവുമായിരുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഇത്രയും കാര്യങ്ങൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലും അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമതയുള്ളവരായിരുന്നു. ഇതിലൂടെ വാണിജ്യം പുരോഗമിച്ചതിലൂടെ അവർക്ക് അതിസമ്പന്നരായി മാറാനായിട്ട് കഴിഞ്ഞു.
ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ വന്ന് എഴുതേണ്ടത്. ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതിന് കാരണം എന്ത് വെച്ചാൽ ഈ 2 കാര്യങ്ങൾ എഴുതാനുള്ളൂ. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്: മിലാൻ, പാർമ, ബൊളോണ, വെനീസ്, പിസ, ഫ്ലോറൻസ്, ജനോവ, റോം, നേപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഇനി വരും ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അതെങ്ങനെയാണ് കാരണമായത്? ഈ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് എതിരാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മികുടിയൻ ബന്ധമില്ലേ നമ്മുടെ ഇന്ത്യയിൽ, അതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഫ്യൂഡൽ പ്രഭുക്കന്മാരാണ് അവിടെ കാര്യങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും മറ്റുള്ള ആൾക്കാരെ കൊണ്ട്, തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു ഫ്യൂഡൽ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഈ ഫ്യൂഡൽ വ്യവസ്ഥ തകരുന്നതിനോടൊപ്പം വാണിജ്യവൽക്കരണം വർദ്ധിച്ചു. ഈ വാണിജ്യം, ഇതിനിടയിൽ കച്ചവടം കൂടിയപ്പോൾ ഇതിനിടയിലുള്ള ഇന്റർമീഡിയറീസ്, അതായത് ഒരു മധ്യവർഗം രൂപപ്പെട്ടു. ഈ വാണിജ്യവൽക്കരണം നടത്തിയിരുന്ന മധ്യവർഗം രൂപപ്പെട്ടു. അവർ പിന്നീട് അധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് വളരെ വലിയ തകർച്ച ഇവിടെ നേരിടുന്നുണ്ടായി. അപ്പോൾ 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും, ഈ സമ്പന്നരായ ഒരു വിഭാഗം എന്ന് പറയുന്നതാണ് ഈ വാണിജ്യം നടത്തി ഉയർന്നു വന്ന മധ്യവർഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ തകർച്ചയ്ക്കും ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇടയാക്കി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഈ വാണിജ്യ പുരോഗതിയോടുകൂടി നിരവധി സമ്പന്ന കുടുംബങ്ങൾ എവിടെ ഉയർന്നു വന്നു? ഇറ്റലിയിൽ ഉയർന്നു വന്നു. ഇവർ രാഷ്ട്രീയ അധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും ഏതെല്ലാമാണെന്നാണ് നെക്സ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ പഠിക്കാനുള്ള കാര്യമാണ് എന്ത് പറയുന്നത്? ഇറ്റാലിയൻ സമ്പന്ന കുടുംബങ്ങളും അവർ വളർന്നു വന്നിട്ടുള്ള നഗരങ്ങളും. തെറ്റരുത്. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സെയിം അതേപോലെ മാച്ച് ദ ഫോളോയിങ്ങിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും നോക്കി കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. മെഡിച്ചി വളർന്നു വന്ന നഗരം ഏതാണ്? ഫ്ലോറൻസ്. മെഡിച്ചി എന്ന് പറയുന്നത് ഒരു സമ്പന്ന കുടുംബമാണ്, ഇറ്റലിയിലുള്ള സമ്പന്ന കുടുംബമാണ് മെഡിച്ചി. അതുപോലെ തന്നെ സ്ഫോർസ എന്ന് പറയുന്നത് മിലാനിലാണ് അത് വളർന്നു വന്ന ഒരു സമ്പന്ന കുടുംബമാണ്. അടുത്തതാണ് ഫർണീസി, പാർമയിലാണ് വളർന്നു വന്നത്. ഓർസീനി നേപ്പിൾസിലാണ് വളർന്നു വന്നത്. വിസ്കോന്തി എന്ന് പറയുന്നത് മിലാനിലാണ് വളർന്നു വന്നത്. അപ്പോൾ ഇത്രയും കുടുംബങ്ങളും അവർ വളർന്നു വന്ന നഗരങ്ങളും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. ഇതിലേക്ക് നയിച്ച സാഹചര്യം വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതിലുണ്ടായിരുന്നു ഇതിനുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സമ്പന്നമായതെന്ന് നോക്കാം. മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാര വിനിമയത്തിന് വഴിതെളിച്ചു. അപ്പോൾ എന്താണ് കുരിശ് യുദ്ധം? എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുരിശ് യുദ്ധം അപ്പുറത്തെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ നാടായിട്ടുള്ള ജെറുസലേം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജെറുസലേമിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് പൊതുവെ കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി. 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഈ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഇതിന്റെ കാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. സോ ഈ കുരിശ് യുദ്ധങ്ങൾ എവിടെയുള്ളവരായിരുന്നു? ക്രൈസ്തവരും മുസ്ലിമരും തമ്മിലുള്ള നിരന്തരം നടന്നിരുന്ന യുദ്ധമാണെന്ന് പറഞ്ഞു. അപ്പം മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. സാധാരണ ഒരു യുദ്ധം വരുമ്പോൾ അവിടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിൽ പെട്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ പലരും ആ സ്ഥലങ്ങളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടിയേറി പാർക്കുന്നതിലൂടെ വാണിജ്യം വളരെ വലുതായി വളരാൻ തുടങ്ങി. കാരണം ഈ പ്രദേശത്ത് നിന്ന് നമ്മളുള്ളത് കൊണ്ട് പോയി അവിടെ നിന്ന് നമ്മുടെ കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെട്ട് അവിടെ ഒരു വളർച്ച വാണിജ്യത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി. അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങൾ, ഇങ്ങനെ പോയിട്ടുള്ള ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റ് പ്രദേശങ്ങളുമായിട്ട് പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇത് പെട്ടെന്ന് ഇറ്റലിക്ക് ഒരു വളർച്ച ഉണ്ടാക്കാനായിട്ട് കാരണമായി. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാന്റൈൻ സാമ്രാജ്യം,
എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. അപ്പൊ ഇവർ രണ്ടാളും രണ്ട് സാമ്രാജ്യങ്ങൾ, ഇസ്ലാമിക സാമ്രാജ്യവും ബൈസന്റൈൻ സാമ്രാജ്യവും തമ്മിലുണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിലൂടെ ഇറ്റലി പെട്ടെന്ന് തന്നെ സമ്പന്നരായിട്ട് മാറി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. പൊതുവെ പറഞ്ഞാൽ ഇറ്റലിയുടെ കയ്യിലായി എല്ലാം. ഇറ്റലി ശരിക്കും ഇങ്ങനെ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രമായിരുന്നില്ല. എങ്ങനെയായിരുന്നു? ഇവിടുന്ന് കുരിശുദ്ധങ്ങൾ വഴിയും മറ്റു വഴിയും ഒക്കെ മാറ്റങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരും ഒക്കെയായി കിഴക്കും പടിഞ്ഞാറുമായിട്ട് ബന്ധത്തിലായതിനു ശേഷം വാണിജ്യ ബന്ധത്തിലായതിനു ശേഷമാണ് ഇവർ കൂടുതൽ സമ്പന്നരാവാൻ തുടങ്ങിയത്. ഇങ്ങനെ കൂടുതൽ സമ്പന്നരായതോടുകൂടി എന്തായി? വാണിജ്യത്തിന്റെ കുത്തക ഇറ്റലിയുടെ കൈകളിലായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റു യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നരായത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ ഓക്കെ, പഠിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക. പ്ലേഗ് എന്തൊക്കെ മാറ്റങ്ങളാണ് യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കിയെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്ലേഗിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ബ്യൂബോണിക് പ്ലേഗ് എന്നാണ്. അതൊരു മഹാമാരിയായിരുന്നു. ഇറ്റാലിയൻ നഗരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മഹാമാരിയായിരുന്നു പ്ലേഗ്. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുകളുണ്ടാക്കി. അതായത് ഈ പ്ലേഗ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എലികളിലുള്ള ഒരു അണുബാധയിൽ നിന്നാണ്. എലികളിൽ ഉണ്ടായിരുന്ന ചെള്ള് പോലുള്ള അണുക്കളിൽ നിന്നാണ് ഈ ഒരു രോഗം, പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രോഗം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഈ വാണിജ്യബന്ധം കൂടിയപ്പോഴാണ് കപ്പലിൽ നിന്ന് വരുന്ന ചരക്കുകളും സാധനങ്ങളിൽ നിന്നാണ് ഇത്തരം എലികൾ പുറത്തു വരാൻ തുടങ്ങിയത്. ഈ എലികളിലുള്ള ചെള്ളുകൾ വഴിയാണ് പ്ലേഗ് എന്ന അസുഖം ജനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി. നമുക്കറിയാം, തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്നവർ ഏതിലാണ്? ഫ്യൂഡൽ വ്യവസ്ഥയിൽ, മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ കർഷകരായിട്ടും തൊഴിലാളികളായിട്ടും കുറേ പേര് ജോലി ചെയ്തിരുന്നു. അവർ കുറേ പേര് ഈ അസുഖം വന്നിട്ട് മരിക്കാൻ തുടങ്ങിയവരുടെ കൃഷി ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കോ ആൾക്കാരെ കിട്ടാതായി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. ഇങ്ങനെ കൃഷി നശിച്ചു കാർഷിക മേഖലയ്ക്ക് ഒരു തളർച്ചയുണ്ടായപ്പോൾ ആ സമയത്ത് വാണിജ്യ കേന്ദ്രീകൃതമായിട്ടൊരു മധ്യവർഗം, അതായത് വാണിജ്യക്കാരൻ, നമ്മുടെ മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. സോ നമ്മളും എന്താണ് ചെയ്തത്? ഇന്ത്യയിലും നമുക്കറിയാം, കൊറോണ എന്ന് പറഞ്ഞ അസുഖം വന്നു, ഒരു മഹാമാരിയായിട്ട് വന്നു അല്ലേ? കൊറോണ വന്ന സമയത്ത് നമുക്ക് വാക്സിനോ ഒന്നും ഉണ്ടായിരുന്നില്ലേ. എന്താണ് ഇതിന്റെ മരുന്ന് കണ്ടുപിടിക്കലായിരുന്നു കുറേ സമയം എടുത്തിട്ട്. അപ്പോൾ ഈ മരുന്ന് കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു ആശ്വാസമായത് അല്ലേ? അപ്പോൾ ഈ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള മഹാമാരി വന്നപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മെഡിക്കൽ ഫീൽഡിന് കൊടുത്തു. ഏതൊക്കെ വഴിയിലൂടെയെങ്കിലും ഇതിന് മരുന്ന് കണ്ടുപിടിക്കണം എന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ദൈവത്തെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിച്ചിട്ടോ കാര്യമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. അതായത് ഇത്രയുള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു അസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ, വളരെ കുറച്ച് സമയം ജീവിക്കാനുള്ളൂ, ആ സമയം സന്തോഷകരമായിട്ട് ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കാനായിട്ട് ജനങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും, എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള ചിന്തകളെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമാനിസം അഥവാ മാനവികത എന്ന് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
ഈ നെക്സ്റ്റ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഡെത്ത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. 1347 1351 ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാലാണ് ഈ ദുരന്തം കറുത്ത മരണം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. അപ്പം മനസ്സിലായോ ബ്ലാക്ക് ഡെത്ത് എന്ന് പേര് വരാൻ കാരണം എന്താണ്? അവരുടെ മേല് ഇങ്ങനെ പൊങ്ങിയിരുന്ന ഈ കറുത്ത കുമിളകൾ പോലുള്ള കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിന്റെ ഒരു ഇതിലാണ് അവരെന്ത് പേര് നൽകിയത്? ബ്ലാക്ക് ഡെത്ത് എന്ന പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പാഠഭാഗത്തിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.